ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഫാമിലി എല്ലാവരുമായിട്ട് ആറ്റിങ്ങൽ കൊല്ലമൂർത്തി ക്ഷേത്രത്തിൽ പോവുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് അവിടെ കാണാം. ഹേ ഗായ്സ്, നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും പൂജ കഴിഞ്ഞു കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് പൂജ കാണാനാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പൂജ കഴിഞ്ഞ് ഇനിയിപ്പോൾ തൊഴുതിട്ട് ഇറങ്ങാനേ പറ്റത്തുള്ളൂ. ബാക്കി വീഡിയോ നമുക്ക് വരുന്ന വഴിയിൽ കാണാം. ഹേ ഗൈസ്, അപ്പോൾ അച്ഛൻ്റെ അവിടെ പ്രസാദം വാങ്ങിച്ചിട്ട് വരികയാണ്. നമുക്ക് നട അടച്ചതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. അമ്മ അവിടെ നിന്ന് നല്ലതുപോലെ തൊഴുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സൊരുക്കി എന്ത് കാര്യം വന്ന് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് നടത്തി തരും. അതാണ് ഈ ദൈവത്തിൻ്റെ പ്രത്യേകത. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ തൊഴുന്നതായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. എന്ത് കാര്യം വന്ന് പ്രാർത്ഥിച്ചാലും ആ സ്പോട്ടിൽ നമുക്ക് സാധിച്ചു തരും. അതാണ് ഈ ദൈവത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ ആ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഒരു വശം. തൊഴുതെല്ലാം കഴിഞ്ഞ് അമ്മയും ചേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഇതാണ് എൻ്റെ ചേട്ടൻ. ഞാൻ അങ്ങനെ ചേട്ടനെ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല. ഇതാണ് ചേട്ടൻ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. നല്ല സ്ഥലങ്ങൾ, വീഡിയോസൊക്കെ എടുക്കുന്ന നല്ല പൊളി സ്ഥലങ്ങളാണ്. പിന്നെ ഇനി തുറക്കുന്നത് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ തുറന്നു വേണം. അത് 5 പോർട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 4-4:30 ആകുമ്പോഴത്തേക്ക് തുറക്കും. അടുത്ത വെള്ളിയാഴ്ച വന്നു അന്ന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടത്തേക്ക് ടൈം ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി. അപ്പോൾ വഴിയരികിൽ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെയും കയറി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മളപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. പള്ളിമുക്കിൽ സെയിൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. അവിടെ കയറിയപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടായിട്ട് 3 റൈസ് വാങ്ങിച്ചു. 3 റൈസ് വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു പ്ലേറ്റിൽ ഒരാൾക്കാണ് ഫുഡ് പറഞ്ഞേക്കുന്നത്. അത് എക്സ്ട്രാ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇതൊക്കെ എന്തൊരു നിയമങ്ങളാണല്ലേ? നമ്മളല്ലേ ഷെയർ ചെയ്യുന്നത്, അപ്പം അത് അവർക്ക് വേറെ പൈസ വെക്കണം. ഇതൊക്കെ ഇച്ചിരി കുറ്റകരമാണ്. എന്നാൽ ഞാനും അമ്മയും കൂടെ ഒരു ഇലയിൽ തന്നെ ചോറ് കഴിച്ചു. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഹേ ഗൈസ്, അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് കാറിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ കാറിൽ കയറി കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഇച്ചിരി ഛർദ്ദിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ക്ഷീണമൊക്കെ. അങ്ങനെ ഞങ്ങൾ 3 മണിക്ക് വീടെത്തി. പിന്നെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ 5 മണിക്കാണ് ഉറക്കം എഴുന്നേറ്റത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹോപ്പ് ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.